ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം. വിശുദ്ധ ഗ്രന്ഥത്തിലെ പുസ്തകങ്ങളുടെ വ്യാഖ്യാനവും ആന്തരാർത്ഥങ്ങളും ഏറ്റവും ലളിതമായ രീതിയിൽ മനസ്സിലാക്കാനും പഠിക്കാനും നാം ഏവരെയും സഹായിക്കുന്ന ഈ തിരുവചന പഠന പരമ്പരയിലേക്ക് ഗുഡ്നസ് ടിവിയുടെ മാന്യ പ്രേക്ഷകരായ നിങ്ങൾക്കേവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. യൂതിത്തിൻ്റെ പുസ്തകമാണല്ലോ നാം ഈ ദിനങ്ങളിൽ പഠനവിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. യൂതിത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച് നമുക്കുണ്ടാകേണ്ടിയിരിക്കുന്ന ചില മുന്നറിവുകളെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ 2 ക്ലാസ്സുകളായി സൂചിപ്പിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് യൂതിത്തിൻ്റെ ചില പഴയ നിയമ പ്രതിരൂപങ്ങളെ, യൂതിത്തിനെ പോലെ ധീരത കാണിച്ചിട്ടുള്ള പഴയ നിയമത്തിലെ മറ്റു ചില സ്ത്രീ കഥാപാത്രങ്ങളെക്കുറിച്ച് വിശദീകരിച്ചു. അതിൻ്റെ ഒടുവിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, യൂതിത്തിന് ചില കാര്യങ്ങളിൽ പുതിയ നിയമത്തിലെ പരിശുദ്ധ കന്യകാമറിയവുമായിട്ട് ചില സാമ്യതകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെന്ന്. എന്തൊക്കെയാണ് പരിശുദ്ധ കന്യകാമറിയവുമായി ബന്ധപ്പെട്ട് നമുക്ക് യൂതിത്തിൽ കണ്ടെത്താനാവുന്ന ചില സാമ്യതകൾ? യൂതിത്ത് നമുക്കറിയാം, ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്വന്തം ജനത്തിന് ദൈവിക രക്ഷ സംലഭ്യമാക്കുന്നതിനായി ദൈവം ഉപകരണമാക്കി തീർത്ത ഒരു വനിതയായിരുന്നു യൂതിത്ത്. അതുപോലെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി പരിശുദ്ധ കന്യകാമറിയം അതിപ്രധാനമായ ഒരു റോൾ എടുക്കുകയാണ്. ദൈവത്തിന് തൻ്റെ ജനത്തെ പാപത്തിൻ്റെ പൈശാചിക അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കണം എന്ന് താല്പര്യമുണ്ടായപ്പോൾ ആ രക്ഷാകര പദ്ധതിയിൽ ദൈവത്തിൻ്റെ ഉപകരണമായി തീർന്നവളായിരുന്നു പരിശുദ്ധ കന്യകാമറിയം. യൂതിത്ത് ദൈവത്തിൻ്റെ ഉപകരണമായി തീർന്നു. പരിശുദ്ധ കന്യകാമറിയം മറ്റൊരു ചരിത്ര സംഭവത്തിൽ ദൈവത്തിൻ്റെ ഉപകരണമായി തീർന്നു. അതുപോലെ തന്നെ യൂതിത്തും പരിശുദ്ധ കന്യകാമറിയവും സ്തോത്രഗീതങ്ങൾ ആലപിക്കുന്നുണ്ട്. യൂതിത്ത് സ്തോത്രഗീതം ആലപിക്കുന്നത് യൂതിത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. പരിശുദ്ധ കന്യകാമറിയം ആലപിക്കുന്ന സ്തോത്രഗീതം വിശുദ്ധ ലൂക്ക സുവിശേഷകൻ വളരെ മനോഹരമായിട്ട് രചിച്ചിട്ടുണ്ട്. അതാണ് മറിയത്തിൻ്റെ സ്തോത്രഗീതം, മഞ്ഞിഫിക്കാത്ത് എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം. യൂതിത്ത് എന്ന പേര്, സത്യത്തിൽ ഈ പുസ്തകത്തിൻ്റെ പ്രധാന കഥാപാത്രമായ യൂതിത്ത് എന്ന ഹീബ്രു പേരിൻ്റെ അർത്ഥം യഹൂദ വനിത എന്നാണ്. യഹൂദിത്ത് എന്നാണ് അത് വായിക്കുന്നത്, യഹൂദ വനിത എന്നാണ്. അതായത് യൂതിത്ത് പ്രതീകാത്മകമായി പ്രവാസകാലത്തിലെ യഹൂദ ജനതയെ പ്രതിനിധീകരിക്കുകയാണ്. സൗന്ദര്യം, വാക്ചാതുര്യം, ധീരത എന്നീ കാര്യങ്ങൾ യഹൂദ വനിതയായിരുന്ന യൂതിത്തിനും യഹൂദ ജനത്തിനും ഉണ്ടായിരുന്നു. യൂതിത്ത് ഒരു വിധവയായിരുന്നു എന്നാണ് പുസ്തകം പറയുന്നത്. പ്രവാസകാലത്ത് ജനത്തിൻ്റെ അവസ്ഥയും ഏതാണ്ട് ഒരു വൈധവ്യത്തിൻ്റെ അവസ്ഥയായിരുന്നു. നമുക്കറിയാം, ജനത്തിൻ്റെ രക്ഷകൻ ദൈവമായ കർത്താവായിരുന്നു. ദൈവമായ കർത്താവിൽ നിന്ന് അകന്ന് ജനം ജീവിക്കുന്ന സമയത്താണ് അതിന് ശിക്ഷയായി അവർക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് ദൈവമായ കർത്താവിൽ നിന്നും അകന്ന് ജീവിക്കേണ്ട അവസ്ഥ വരുന്ന പ്രവാസത്തിലുണ്ടായിരുന്ന ജനത്തിൻ്റെ അവസ്ഥ സത്യത്തിൽ ഒരു വിധവയുടെ അവസ്ഥ പോലെയായിരുന്നു. ഈ പ്രതിസന്ധികൾക്കിടയിൽ ഇസ്രായേൽ ജനം അനുഭവിച്ച ദൈവ പരിപാലനയെ സാക്ഷ്യപ്പെടുത്തുന്ന ഗ്രന്ഥമാണ് യൂതിത്തിൻ്റെ ഗ്രന്ഥം. പഴയ നിയമ ദൈവശാസ്ത്രമനുസരിച്ച് വിധവകൾ ദൈവത്തിൻ്റെ പ്രത്യേക പരിഗണന ലഭിക്കുന്നവരാണ്. അവരുടെ രക്ഷകനാണ് ദൈവമെന്ന് സങ്കീർത്തകൻ ഏറ്റുപറയുന്നുണ്ട്. സങ്കീർത്തനം 68:6 വിധവകളുടെയും പതിതരുടെയും കുഞ്ഞുങ്ങളുടെയും ഒക്കെ രക്ഷകനാണ് ദൈവമായ കർത്താവ് എന്ന് ഏറ്റുപറയുന്നുണ്ട്. യൂതിത്ത് ഈ കഥയിലെ നായികയാണെങ്കിലും യഥാർത്ഥ നായകനായി പ്രവർത്തിക്കുന്നത് ദൈവമായ കർത്താവാണ് എന്ന് ഈ പുസ്തകം സാഗൂതം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യൂതിത്തല്ല ജനങ്ങളെ രക്ഷിച്ചത്, മറിച്ച്
യൂതിത്തിനെ ഒരു ഉപകരണമാക്കിക്കൊണ്ട് ദൈവമായ കർത്താവാണ് തൻ്റെ ജനത്തെ സംരക്ഷിച്ചത്. ഒരു യുദ്ധമുഖത്ത് നിന്നും ഒരിക്കലും വിജയം ലഭിക്കാൻ സാധ്യമല്ലാതിരുന്ന യുദ്ധമുഖത്ത് നിന്നും തൻ്റെ ജനത്തെ അത്ഭുതകരമാവിധം ഒരു വിധവയെ ഉപകരണമാക്കിക്കൊണ്ട് രക്ഷിച്ചത് ദൈവമായ കർത്താവാണ്. മാത്രമല്ല, ഈ പുസ്തകം നമ്മൾ ആഴത്തിൽ വായിക്കുമ്പോൾ ഈ പുസ്തകത്തിൽ ദൈവത്തിൻ്റെ അപദാനങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. വിവിധ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന അർത്ഥപൂർണമായ ദൈവത്തിൻ്റെ അപദാനങ്ങൾ ധാരാളമായിട്ട് പുസ്തകത്തിലുണ്ട്. ഉദാഹരണമായിട്ട് ദൈവത്തെ കർത്താവ് എന്ന് വിളിക്കുന്നുണ്ട് 3 ഇടത്ത്. ദൈവം എന്ന പദം 2 ഇടത്ത് ഉപയോഗിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവം എന്ന് അനേക സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവ് എന്നുപയോഗിക്കുന്നു. സ്വർഗസ്ഥനായ ദൈവം എന്ന പദം ഉപയോഗിക്കുന്നു. യുദ്ധങ്ങളെ തകർത്തെറിയുന്ന തമ്പുരാൻ എന്ന പദം ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ പിതാക്കന്മാരുടെ കർത്താവ് എന്ന അപദാനം ഉപയോഗിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പിതാവായ ശിമയോൻ്റെ ദൈവം എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നു. എളിമയുള്ളവരുടെ ദൈവം എന്ന് ദൈവത്തെ വിശേഷിപ്പിക്കുന്നു. എൻ്റെ പിതാവിൻ്റെ ദൈവം എന്ന് ദൈവത്തെ വിളിക്കുന്നു. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും അധിപൻ എന്ന അപദാനം ദൈവത്തിന് നൽകുന്നു. ഉറവകളെ സൃഷ്ടിച്ച നാഥൻ എന്ന് ദൈവത്തെ വിളിക്കുന്നു. സകല സൃഷ്ടികളുടെയും രാജാവ് എന്ന് ദൈവത്തെ വിളിക്കുന്നു. അത്യുന്നതനായ ദൈവം എന്ന് ദൈവത്തെ വിളിക്കുന്നു. ചുരുക്കത്തിൽ ദൈവത്തിനെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. ദൈവത്തിൻ്റെ അപദാനങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ പുസ്തകത്തിൻ്റെ നായിക യൂതിത്താണെങ്കിലും ഈ പുസ്തകത്തിലെ യഥാർത്ഥ നായകൻ ദൈവമായ കർത്താവ് തന്നെയാണ്. അടുത്തതായി നമ്മൾ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഈ പുസ്തകത്തിൻ്റെ ആനുകാലിക പ്രസക്തി എന്താണ്? ഇന്ന് യൂതിത്ത് എന്ന ഈ ഗ്രന്ഥം വായിക്കുന്ന എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്ന സന്ദേശം എന്താണ്? ആധുനിക ലോകത്തിന് ഒരു വെല്ലുവിളിയാണ് യൂതിത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമുക്കറിയാം, ചുറ്റും ക്രൈസ്തവരായ നമ്മൾ ഒരുപാട് പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിസന്ധികൾക്ക് മുൻപിൽ തളരാതെ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകാനുള്ള ധൈര്യവും വിശ്വാസസ്ഥൈര്യവും യൂതിത്ത് അന്ന് കാണിച്ചെങ്കിൽ ഇന്ന് ദൈവം അത് നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ലേ എന്ന ചോദ്യമാണ് യൂതിത്ത് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, സൃഷ്ടിയുടെ കാലം മുതൽ ദൈവം സ്ത്രീ പുരുഷന്മാർക്ക് തുല്യത നൽകുന്നുവെന്ന സത്യമാണ്. പലപ്പോഴും വിശുദ്ധ ഗ്രന്ഥത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ടും മറ്റും സ്ത്രീ പുരുഷന്മാർക്ക് തുല്യത നൽകുന്ന ഒരു ദൈവശാസ്ത്രമല്ല വിശുദ്ധ ഗ്രന്ഥത്തിൽ കാണുന്നത് എന്ന് പഠിപ്പിക്കുന്നവരുണ്ട്. പക്ഷേ യൂത്തിൻ്റെ പുസ്തകം അത് വ്യക്തമാക്കുകയാണ്, അങ്ങനെയല്ല. രക്ഷാകര പദ്ധതിയിൽ ദൈവം പുരുഷന്മാരെ ഉപകരണങ്ങളാക്കിയതുപോലെ തന്നെ സ്ത്രീകളെയും ഉപകരണങ്ങളാക്കി ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ രക്ഷയുടെ ഉപകരണങ്ങളായി സ്ത്രീകൾ മാറിയിട്ടുണ്ട്. എത്രയോ സ്ത്രീകളുടെ പേരുകൾ ഞാൻ ഈ ദിവസങ്ങളിൽ തന്നെ ഈ ക്ലാസ്സിൻ്റെ ഭാഗമായി നിങ്ങളോട് പറഞ്ഞു. ദെബോറയെക്കുറിച്ച് പറഞ്ഞു, ജായേലിനെക്കുറിച്ച് പറഞ്ഞു, പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ച് പറഞ്ഞു. അവരെ പോലെ ദൈവത്തിൻ്റെ ഉപകരണമായി സ്ത്രീകളെ ദൈവം ഉപയോഗിക്കുന്നു. അതുകൊണ്ട് വിശുദ്ധ ഗ്രന്ഥം ഒരിക്കലും സ്ത്രീകളെ 2ാം തരക്കാരായിട്ടല്ല കാണുന്നത്, പുരുഷന്മാർക്കൊപ്പം തുല്യതയോടെയാണ് കാണുന്നത് എന്ന് ഈ പുസ്തകം നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സ്ത്രീത്വത്തിൻ്റെ മഹത്വത്തെ അംഗീകരിക്കുന്ന ഒരു പുസ്തകമാണ് ഈ പുസ്തകം. സ്ത്രീ പുരുഷ വിവേചനം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാടിന് ചേർന്നതല്ല. മാത്രവുമല്ല, ഇന്നത്തെ സ്ത്രീ സമൂഹത്തിന് യൂതിത്ത് ഒരു മാതൃകയാണ്. ഇന്നത്തെ സ്ത്രീ സമൂഹത്തെ നമുക്കറിയാം, പുരുഷന്മാരോടൊപ്പം അല്ലെങ്കിൽ പുരുഷന്മാരെക്കാൾ ഉപരി നേതൃപാടവശേഷിയും സംഘടനാ വൈഭവവും കാര്യനിർവഹണ ശേഷിയുമൊക്കെ ഇന്ന് സ്ത്രീകൾ ആർജിച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തങ്ങൾക്ക് ദൈവം ദാനമായി നൽകിയ നേതൃപാടവശേഷിയും സംഘടനാ വൈഭവവും കാര്യനിർവഹണ ശേഷിയുമൊക്കെ ഇന്ന് നമ്മുടെ സ്ത്രീകൾ തിരിച്ചറിയുകയും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി ദൈവജനത്തിൻ്റെ നന്മയ്ക്കായിട്ട് ഉപയുക്തമാക്കുകയും ചെയ്യേണ്ട കാലമാണിത്.
അതിന് അവരെ വെല്ലുവിളിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈ യൂദിത്ത് എന്ന യഹൂദ വനിത. അതോടൊപ്പം തന്നെ ഫ്രാൻസിസ് പാപ്പയുടെയൊക്കെ ചിന്താഗതി അനുസരിച്ച് സഭയുടെ വിവിധ തലങ്ങളിലേക്ക്, വിവിധ സ്ഥാനങ്ങളിലേക്ക്, സംഘടനകളിലേക്ക് സ്ത്രീകൾ നേതൃത്വത്തിൽ വരികയും അത്തരത്തിൽ സ്ത്രീകൾ നേതൃത്വത്തിലേക്ക് വരേണ്ടത് പ്രോത്സാഹിക്കപ്പെടുകയും ചെയ്യണം. കാരണം ദൈവത്തിന് സ്ത്രീകളെയും ഉപകരണങ്ങളാക്കി മാറ്റിക്കൊണ്ട് വലിയ അത്ഭുതങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നീ പുസ്തകം നമുക്ക് ഉറപ്പു തരികയാണ്. അതുകൊണ്ട് നമ്മുടെ മനോഭാവത്തെ തന്നെ വെല്ലുവിളിക്കുകയും മനോഭാവത്തെ മാറ്റിമറിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകം എന്ന നിലയിലും യൂദിത്തിൻ്റെ പുസ്തകം വളരെ മനോഹരമാണ്. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പുസ്തകത്തിൻ്റെ വചന വ്യാഖ്യാനത്തിലേക്ക് കടക്കാം. ആദ്യമായി ഒന്നാമത്തെ അധ്യായത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ അധ്യായത്തിലെ പ്രധാന പ്രതിപാദ്യ വിഷയം നെബുക്കദ്നെസർ രാജാവും അർഫക്സാദ് രാജാവും തമ്മിലുള്ള ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ്. എന്താണ് ഈ അധ്യായത്തിൻ്റെ ഉള്ളടക്കം എന്ന് ഹ്രസ്വമായി വിവരിക്കാം. ഒന്നാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒരു ആമുഖവാക്യമാണ്. ഒന്നാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അർഫക്സാദ് എന്ന മേദിയ രാജാവ് പണിതുയർത്ത മതിലിൽ എപ്രകാരമായിരുന്നു എന്ന് വിവരിക്കുകയാണ്. ഒന്നാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങളിൽ യുദ്ധത്തിന് പുറപ്പെടുന്ന കൽദായ സൈന്യത്തോട് അല്ലെങ്കിൽ ബാബിലോൺ സൈന്യത്തോട് ചേരുന്ന ആളുകൾ, അവരുടെ പക്ഷം ചേരുന്ന ആളുകൾ ആരൊക്കെയാണ് എന്ന് വിവരിക്കുന്നു. ഒന്നാം അധ്യായത്തിന് 7 മുതൽ 11 വരെയുള്ള തിരുവചന ഭാഗത്ത് യുദ്ധത്തിന് ഒരുമ്പെട്ട കൽദായ സൈന്യത്തോട് അല്ലെങ്കിൽ ബാബിലോണിയൻ സൈന്യത്തോട് ചേരാതെ മാറി നിന്നവർ ആരൊക്കെയാണ്, അവരുടെ ശത്രുപക്ഷത്ത് നിന്നവർ ആരൊക്കെയാണെന്ന് വിവരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കൽദായ രാജാവിൻ്റെ കോപം അർഫക്സാദ് രാജാവിൻ്റെ പരാജയത്തിലേക്ക്, യുദ്ധപരാജയത്തിലേക്ക് നയിച്ചത് എങ്ങനെയാണ് എന്ന് നമ്മൾ കാണുന്നു. ഒന്നാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങളിൽ നമുക്ക് ഓരോ വചനവും വായിച്ച് മുൻപോട്ട് പോകാം. ആമുഖം ഒന്ന് വായിക്കാം. ഒന്നാം അധ്യായത്തിൻ്റെ 1-ാം തിരുവചനം. ഈ സമയം സാധിക്കുമെങ്കിൽ എല്ലാവരും വിശുദ്ധ ഗ്രന്ഥമൊന്ന് കയ്യിലെടുക്കണം. യൂദിത്തിൻ്റെ പുസ്തകമാണ് നമ്മൾ വായിക്കുന്നത്. യൂദിത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം തിരുവചനം. മഹാനഗരമായ നിനിവേയിൽ അസീറിയക്കാരെ ഭരിച്ചിരുന്ന നെബുക്കദ്നെസറിൻ്റെ 12-ാം ഭരണവർഷം ആയിരുന്നു അത്. അർഫക്സാദ് രാജാവ് എക്ബത്താനായിൽ മേദിയായുടെ അധിപതിയായി വാഴുകയുമായിരുന്നു. യൂദിത്ത് 1-ാം അധ്യായം ആരംഭിക്കുന്നത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള 2 രാജാക്കന്മാരെക്കുറിച്ച്, അവരുടെ യുദ്ധസന്നാഹത്തെക്കുറിച്ച് വിവരിച്ചുകൊണ്ടാണ്. ഒന്ന് അസീറിയയാണ്. അസീറിയയാണ് ഒരു സാമ്രാജ്യം. അതിൻ്റെ തലസ്ഥാനം നിനവേ. അസീറിയയാണ് നിനവയുടെ തലസ്ഥാനം എന്ന് നമുക്ക് മറ്റൊരു പുസ്തകത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ടറിയാം. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമുക്കറിയാം. യോനാ പ്രവാചകൻ അയക്കപ്പെടുന്നത് അസീറിയയുടെ തലസ്ഥാനമായിരുന്ന നിനവയിലേക്കാണ്. ഇവിടെ അസീറിയയുടെ തലസ്ഥാനം നിനവേ, ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് നെബുക്കദ്നെസർ. കാലം നെബുക്കദ്നെസറിൻ്റെ 12-ാം ഭരണവർഷം എന്നാണ്. ഇവിടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ചരിത്രപരമായി നമ്മൾ നോക്കിയാൽ ചില വസ്തുത വിരുദ്ധമായ കാര്യങ്ങളുണ്ട്. നെബുക്കദ്നെസർ രാജാവ് അസീറിയയുടെ രാജാവായിരുന്നില്ല, ബാബിലോണിൻ്റെ രാജാവായിരുന്നു. ഇനി നെബുക്കദ്നെസർ രാജാവ് ബാബിലോണിൽ ഭരണം നടത്തുന്നത് 605 BC മുതൽ 562 BC വരെയുള്ള കാലത്താണ്. അതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന ഈ രാജാവ് അസീറിയയുടെ രാജാവല്ല, ബാബിലോണിൻ്റെ രാജാവ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അടുത്തതായിട്ട് പറയുന്ന മറ്റൊരു സാമ്രാജ്യം എന്ന് വിളിക്കാൻ സാധിക്കില്ല, ഒരു രാജ്യം, അത് മേദിയയാണ്. മേദിയ എന്ന രാജ്യം, അതിൻ്റെ തലസ്ഥാനം എക്ബത്താന എന്ന സ്ഥലമാണ്. ഈ എക്ബത്താനയിലെ അല്ലെങ്കിൽ മേദിയ രാജ്യത്തെ രാജാവിൻ്റെ പേരാണ് അർഫക്സാദ്. മേദിയ രാജ്യത്തിൽ അർഫക്സാദ് എന്ന പേരിൽ ഒരു രാജാവ് ഉണ്ടായിരുന്നതായിട്ട് ചരിത്ര സാക്ഷ്യങ്ങളില്ല. ഏതായാലും മേദിയ എന്നൊരു രാജ്യമുണ്ടായിരുന്നു എന്ന കാര്യം സത്യമാണ്. പേർഷ്യയും മേദിയയും കൂടി ചേർന്നാണ് പിന്നീട് ചരിത്രത്തിൽ ബാബിലോൺ സാമ്രാജ്യത്തെ കീഴ്പ്പെടുത്തുന്നത് എന്ന് നമുക്കറിയാം. 539 BC. മേദിയ എവിടെയാണ് എന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഇറാഖിൻ്റെ കിഴക്കും
ഇറാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുമായിട്ടുള്ള ഒരു ചെറിയ ഒരു ഭാഗമാണ് മേദിയ എന്ന് അറിയപ്പെടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതിനുള്ളിൽ ചില ചരിത്രപരമായ പ്രശ്നങ്ങളുണ്ട്. നെബൂഖദ്നേസർ നവീന ബാബിലോണിൻ്റെ നെയോ കാൽഡിയൻ രാജാവായിരുന്നു. അതായത് നെബൂഖദ്നേസർ അറിയപ്പെടുന്നത് അസീറിയയുടെ രാജാവ് എന്ന പേരിലല്ല, പകരം ബാബിലോൺ രാജാവ് എന്ന പേരിലാണ്. ഇനി രണ്ടാമത്തെ ഒരു പ്രശ്നം, നെബൂഖദ്നേസർ രാജാവ് ഒരിക്കലും നിനവേ തലസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്നില്ല. ഇവിടെ സൂചിപ്പിക്കുന്നത് നിനവേ തലസ്ഥാനമാക്കി ഭരണം നടത്തി എന്നാണ്. കാരണം ഈ നെബൂഖദ്നേസർ രാജാവിൻ്റെ ഭരണം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ നിനവേ എന്ന പട്ടണം 612 BC പരിപൂർണമായിട്ട് നശിപ്പിക്കപ്പെട്ടിരുന്നു. നെബൂഖദ്നേസർ രാജാവിൻ്റെ പിതാവായിരുന്ന നബോപോളസർ BC 612 അസീറിയയെ കീഴ്പ്പെടുത്തുകയും നിനവേ എന്ന തലസ്ഥാന നഗരത്തെ തകർത്ത് കളയുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് നെബൂഖദ്നേസർ രാജാവ് നിനവേ കേന്ദ്രമാക്കി ആയിരുന്നില്ല ഭരിച്ചിരുന്നത്, ബാബിലോൺ കേന്ദ്രമാക്കിയാണ് ഭരിച്ചിരുന്നത്. ഇനി നെബൂഖദ്നേസറും അർഫക്സാദും 2 ശക്തരായ ഭരണാധികാരികളായിരുന്നു എന്നാണ് ഈ ആമുഖത്തിൽ സൂചിപ്പിക്കുന്നത്. എങ്കിലും അർഫക്സാദ് രാജാവ് ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച് സംശയങ്ങളുണ്ട്. കാരണം അത്തരത്തിലുള്ളൊരു രാജാവിൻ്റെ പേര് മേദ്യയുടെ ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. ഒരുപക്ഷേ അർഫക്സാദ് എന്നതൊരു പ്രതീകാത്മക പേരായി ആകാനും സാധ്യതയുണ്ട്. കാരണം അർഫക്സാദ് എന്ന പേരിന്, ഒരു മേഡിയൻ പേരിന് ലോർഡ് ഓഫ് ദ നൈറ്റ്സ്, സൈനികരുടെ നാഥൻ എന്ന അർത്ഥം കൂടിയുണ്ട്. ചരിത്രപരമായ അവ്യക്തതകൾ ഈ കഥയിലെ ഇതിവൃത്തം, പുരാവൃത്തം എന്നിവ ഗ്രന്ഥകാരൻ്റെ ഭാവനാ സൃഷ്ടിയാണെന്നുള്ള സൂചനയായിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കും. ഇസ്രായേൽ ജനത്തെ പ്രവാസത്തിലേക്ക് നയിച്ച ലോകശക്തികളുടെയും രാജാക്കന്മാരുടെയും പ്രതീകാത്മക പ്രതിനിധികളായി ഈ കഥയിൽ പരാമർശിക്കുന്ന വ്യക്തികളെയും സ്ഥലങ്ങളെയും നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പുസ്തകത്തെ വസ്തുനിഷ്ഠമായി ചരിത്രം എന്നതിനേക്കാൾ ഒരു സന്ദേശം നൽകാനായി ചരിത്രവും അതോടൊപ്പം തന്നെ ഫിക്ഷൻ, ഭാവനയും കൂടി ചേർത്ത് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കഥയായിട്ട് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ബൈബിൾ പണ്ഡിതരുടെയും ചരിത്രകാരന്മാരുടെയും അഭിപ്രായത്തിൽ അർഫക്സാദ് രാജാവ് കഥാകാരൻ്റെ ഒരു ഭാവന സൃഷ്ടിയാകാനാണ് സാധ്യത. കാരണം ഇവിടെ ഒഴികെ മറ്റൊരിടത്തും അർഫക്സാദ് രാജാവ് എന്ന വ്യക്തി പരാമർശിക്കപ്പെടുന്നുമില്ല. ചുരുക്കത്തിൽ യൂതിത്തിൻ്റെ കഥ പരിപൂർണമായും ഒരു ചരിത്ര സംഭവമല്ല, മറിച്ച് ചരിത്ര വസ്തുതകളെ അടിസ്ഥാനമാക്കി ഗ്രീക്ക് ശൈലിയിൽ വിരചിതമായ ഒരു കഥാഗ്രന്ഥമായിട്ട് നമ്മളിതിനെ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. ചരിത്രം എന്നതിനേക്കാൾ ദൈവശാസ്ത്രപരമായ ചില സത്യങ്ങൾ, വ്യക്തികളുടെയും സമൂഹത്തിൻ്റെയും ആഴമേറിയ ദൈവാനുഭവം എന്നിവ വെളിവാക്കുകയാണ് ഈ പുസ്തകത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് ഈ ആമുഖവാക്യത്തിൽ, 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്ന കാര്യങ്ങളുടെ ചരിത്രം ചികയുക എന്നതിനേക്കാൾ അതിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ഒരു ഭാവനാ ലോകം, ഈ പുസ്തകത്തിൻ്റെ തുടർ വായനയിൽ നമ്മളെ വളരെയധികം ബാധിക്കുന്ന ഒരു ഭാവനാ ലോകം തിരിച്ചറിയുക, 2 സാമ്രാജ്യങ്ങൾ തമ്മിൽ ഉള്ള ഒരു യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണിത് തിരിച്ചറിയുക എന്നതാണ് ആമുഖവാക്യത്തിൻ്റെ ഉദ്ദേശം. നമുക്ക് തുടർന്ന് വായിക്കാം. അവിടെ ഒരു അർഫക്സാദ് എന്ന മേദ്യ രാജാവ് പണിതുയർത്തുന്ന ഒരു മതിലിനെക്കുറിച്ചുള്ള വിവരണമാണ് 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 4 വരെയുള്ള തിരുവചന ഭാഗം. നമുക്കൊന്ന് വായിക്കാം. അവൻ 3 മുഴം കനത്തിലും 6 മുഴം നീളത്തിലും ചെത്തിയെടുത്ത കല്ലുകൊണ്ട് എക്ബത്താനായ്ക്ക് ചുറ്റും മതിൽ പണിതു. മതിലിന് 70 മുഴം ഉയരവും 50 മുഴം വീതിയും ഉണ്ടായിരുന്നു. കവാടത്തിൽ 100 മുഴം ഉയരവും അടിത്തറയിൽ 60 മുഴം വീതിയുമുള്ള ഗോപുരങ്ങൾ നിർമ്മിച്ചിരുന്നു. സൈന്യത്തിന് ഒന്നിച്ച് കടന്നു പോകാനും കാലാൾപ്പടയ്ക്ക് നിരയായി നീങ്ങാനും കഴിയുമാറ് കവാടങ്ങൾ 70 മുഴം ഉയരത്തിലും
40 മുഴം വീതിയിലുമാണ് പണിതത്. മുഴത്തിൻ്റെ കണക്കുകളൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ മതിൽ എത്രമാത്രം വലുതായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ഭാവനയിൽ കാണാനായിട്ട് സാധിക്കും. ഒരു ശക്തമായ മതിൽ അത് പണിത രാജാവിൻ്റെ ശക്തിയെയും പ്രതാപത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അർഫക്സാദ് എന്ന മേദിയ രാജാവിൻ്റെ സൈന്യബലം, യുദ്ധസന്നാഹങ്ങൾ എന്നിവ നെബുക്കദ്നെസർ രാജാവിന് ഉത്തമനായ ഒരു എതിരാളിയായി അർഫക്സാദ് രാജാവിനെ ഇവിടെ ചിത്രീകരിക്കുകയാണ്. അതായത് നെബുക്കദ്നെസർ എന്ന് പറയുന്ന ഒരു ചക്രവർത്തിയോട് ഏറ്റുമുട്ടാൻ തക്ക കെൽപ്പുണ്ടായിരുന്ന രാജാവായിരുന്നു അർഫക്സാദ് എന്നും അദ്ദേഹത്തിൻ്റെ നഗരത്തിൻ്റെ മതിൽ പോലും നിനവേയുടെ മതിലിനെ വെല്ലുവിളിക്കുന്നത്രയും മഹത്വം ശക്തവുമായിരുന്നു എന്നുമാണ് ഈ വചനങ്ങളിലൂടെ പറഞ്ഞു വയ്ക്കുന്നത്. ഒരേ ശക്തിയുള്ള 2 രാജാക്കന്മാർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടക്കാൻ പോകുന്നത് എന്ന പ്രതീതി ഈ മതിലിൻ്റെ വിവരണത്തിൽ നിന്ന് വായനക്കാരായ നമുക്ക് ലഭിക്കുകയാണ്. മാത്രമല്ല, നഗരത്തിന് ചുറ്റും മതിൽ നിർമ്മിക്കുക എന്നത് അക്കാലത്ത് രാജ്യസുരക്ഷയ്ക്ക് പരമപ്രധാനമായ ഒന്നായിരുന്നു. പ്രബലമായ രാജ്യങ്ങളെല്ലാം തന്നെ തലസ്ഥാന നഗരങ്ങൾ മതിലുകളും കോട്ടകളും കൊണ്ട് സുരക്ഷിതമാക്കിയിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഇന്ത്യയിലെ പുരാവസ്തു സംബന്ധമായ സ്ഥലങ്ങൾ നമ്മൾ കാണുന്ന സ്ഥലത്തെല്ലാം വലിയ മതിലുകളും കോട്ടകളുമൊക്കെ പണിതിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അസീറിയയുടെ തലസ്ഥാനമായിരുന്ന നിനവേയുടെ മതിൽക്കെട്ടുകളും കോട്ടകളുമൊക്കെ അക്കാലത്ത് കീർത്തി കേട്ടവയായിരുന്നു. അക്കാലത്ത് സാധാരണഗതിയിൽ രാജാക്കന്മാർ നിർമ്മിക്കുന്ന ഒരു നഗരമതിലിൻ്റെ നഗര കവാടം എപ്രകാരമായിരുന്നു എന്ന് ഈ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ വലിയ ഉയരത്തിൽ, ഇവിടെ നിൽക്കുന്ന ആളുകളുമായി ആ മതിലിൻ്റെ വലിപ്പം നോക്കുക, വളരെ വലിയ ഉയരത്തിൽ കരിങ്കല്ലുകൾ കൊണ്ട് നിർമ്മിക്കുന്ന വളരെ ബൃഹത്തായ ഒരു മതിൽ. ആ മതിലിൽ നിന്ന് നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലത്ത് മനോഹരമായ രീതിയിൽ ചിത്രങ്ങളും മറ്റും ആലേഖനം ചെയ്തിട്ടുള്ള നഗര കവാടങ്ങൾ. ഇങ്ങനെയാണ് അക്കാലത്ത് മതിലുകളെ സംവിധാനം ചെയ്തിരുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഇത്രയും ശക്തമായ ഒരു മതിലോട് കൂടിയ പട്ടണം സ്വന്തമായി ഉണ്ടായിരുന്ന, തലസ്ഥാന നഗരിയായ എക്ബത്താന സ്വന്തമായിരുന്ന രാജാവായിരുന്നു മേദിയയിലെ അർഫക്സാദ് എന്ന് ഈ തിരുവചനങ്ങളിലൂടെ ഗ്രന്ഥകാരൻ നമ്മളോട് പറയുകയാണ്. അടുത്തതായിട്ട് അർഫക്സാദിനോട് ഒരു യുദ്ധത്തിൽ ഏറ്റുമുട്ടാനായിട്ട് തയ്യാറെടുക്കുന്ന നെബുക്കദ്നെസറിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായി നെബുക്കദ്നെസർ ചില രാജ്യങ്ങളുടെ, തൻ്റെ ചുറ്റുമുള്ള രാജ്യങ്ങളുടെ മുഴുവൻ സഹായം തേടുകയാണ്. നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ യുദ്ധത്തിന് തയ്യാറായി, അല്ലെങ്കിൽ യുദ്ധത്തിന് കൽദായ സൈന്യത്തോട് ചേരുന്ന ആളുകളായിരിക്കുകയാണ് എന്ന് നമുക്ക് നോക്കാം. 1-ാം അധ്യായത്തിൻ്റെ 5-6 തിരുവചനങ്ങൾ. അക്കാലത്താണ് നെബുക്കദ്നെസർ രാജാവ് റാഗാവിൻ്റെ അതിർത്തിയിലുള്ള വിശാലമായ സമതലത്തിൽ വെച്ച് അർഫക്സാദ് രാജാവിനോട് ഏറ്റുമുട്ടിയത്. മലമ്പ്രദേശത്തെ ജനങ്ങളും യൂഫ്രട്ടീസ്, ടൈഗ്രിസ്, ഹിദാസ്പസ് എന്നീ നദികളുടെ തീരങ്ങളിൽ വസിച്ചിരുന്നവരും എലിമായരുടെ രാജാവായ അറിയോക്കും സമതലത്തിൽ വെച്ച് അവനോട് ചേർന്നു. അനവധി ജനതകൾ കൽദായ സൈന്യത്തോട് ചേർന്നു. അതായത് കൽദായ സൈന്യം എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് കൽദായർ എന്നത് ബാബിലോൺകാരുടെ മറ്റൊരു പേരാണ്. അപ്പോൾ കൽദായ സൈന്യത്തോട് ചേർന്നു എന്നത് പറയുമ്പോൾ വീണ്ടും ചരിത്രപരമായി അത് സത്യമായി മാറുകയാണ്. അത് ബാബിലോൺകാരുടെ സൈന്യമാണ്. അപ്പോൾ ബാബിലോൺകാരുടെ സൈന്യത്തോട്, കൽദായ സൈന്യത്തോട് ചേരുന്ന ആളുകളുടെ മുഴുവൻ പേരുകളാണ് ഇവിടെ കൊടുത്തിരുന്നത്. അവരെ പ്രധാനമായിട്ടും റാഗാവ് അല്ലെങ്കിൽ റാഗാബ്, ഗ്രീക്ക് ഭാഷയിൽ ഇത് റാഗസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ സ്ഥലം എക്ബത്താനയ്ക്ക് വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് 200 മൈൽ ദൂരത്തായി സ്ഥിതി ചെയ്യുന്ന മേദിയയിലെ ഒരു നഗരമാണ്. അവിടെ വെച്ചാണ് അർഫക്സാദ് രാജാവും നെബുക്കദ്നെസർ രാജാവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുന്നത്. ഇന്നത്തെ ടെഹ്റാനിൽ നിന്നും ഏതാനും മൈലുകൾ മാറി സ്ഥിതി ചെയ്യുന്ന തകർന്നടിഞ്ഞ് കിടക്കുന്ന ഒരു നഗരഭാഗമാണ് ഈ റാഗാബ് അല്ലെങ്കിൽ
റാഗസ് എന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ മേദിയ, എക്ബത്താന, റാഗാബ് എന്നീ സ്ഥലങ്ങളെല്ലാം നമ്മൾ തോബിത്തിൻ്റെ പുസ്തകം പഠനവിധേയമാക്കിയപ്പോൾ പല ആവർത്തി കണ്ട സ്ഥലങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങളത് ഓർക്കുന്നുണ്ടാവും. തോബിത്ത് പുത്രൻ തോബിയാസിനെ കൊടുത്തേൽപ്പിച്ച പണം തിരികെ വാങ്ങാനായി പറഞ്ഞു വിടുന്നത് മേദിയായിലേക്കാണ്, മേദിയായിലെ റാഗസിലേക്കാണ്, അവിടെ ഉണ്ടായിരുന്ന വ്യക്തിയുടെ അടുത്തേക്കാണ്. ആ പോകുന്ന വഴിക്കാണ് എക്ബത്താനയിൽ അവർ ചെല്ലുന്നത്. എക്ബത്താനയായിരുന്നു പിന്നീട് തോബിയാസിൻ്റെ വധുവായി മാറുന്ന സാറായുടെ ഭവനം നിലനിന്നിരുന്ന സ്ഥലം. അപ്പോൾ ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിലും കണ്ടതും ആ സ്ഥലങ്ങളെക്കുറിച്ച് ഞാൻ വിശദീകരിച്ചതുമാണ്. അതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല. അടുത്തതായി, സമതലത്തിൽ വെച്ച് നെബൂഖദ്നേസർ രാജാവിന് വിധേയത്വം പ്രഖ്യാപിച്ച രാജ്യങ്ങളുടെയും രാജാക്കന്മാരുടെയും ഒക്കെ പേരുകൾ പറയുകയാണ്. ഈ വാക്കുകളിൽ ചില അവ്യക്തതയുണ്ട്. അവിടെ അവർ പറയുന്നത് അവനോട് ചേർന്നു എന്നാണ്. ആരോടാണ് ചേർന്നത്? നെബൂഖദ്നേസർ രാജാവിനോടാണോ അർഫക്സാദിനോടാണോ എന്ന ചോദ്യം ഇവിടെയുണ്ട്. ഈ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നെബൂഖദ്നേസർ രാജാവിനോട് ചേർന്ന ആളുകളെക്കുറിച്ചാണ് പരാമർശിക്കുന്നതാണ്. ഇനി നെബൂഖദ്നേസർ രാജാവിനെ എതിർത്ത ആളുകൾ ആരൊക്കെയായിരുന്നു എന്നാണ് തുടർന്ന് വരുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം.